വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 5:3-4 വാക്യങ്ങൾ. മർക്കോസ് 5:3-4 ഇങ്ങനെ വായിക്കുന്നു. അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചുകൂടാനും പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. സ്തോത്രം. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. നമുക്കറിയാം, ഇത് യേശു കർത്താവ് ലെഗ്യോൻ ബാധിച്ച അല്ലെങ്കിൽ ലീജിയൻ എന്ന് പറയുന്ന ആ സ്പിരിറ്റ് ബാധിച്ച ഒരു മനുഷ്യനുമായിട്ടുള്ള എൻകൗണ്ടറിനെ കുറിച്ചാണ് ഈ മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിന്റെ പ്രാരംഭത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്തോത്രം. അപ്പൊ ആ മനുഷ്യൻ ഇവിടെ ആദ്യമേ തന്നെ അതിന്റെ 1 തൊട്ട് വായിക്കുമ്പോൾ കാണുന്നു, അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. അതായത് അവൻ കടലിന്റെ അക്കരെ ഗദര ദേശത്ത്, ആ ദേശത്ത് യേശു ശിഷ്യന്മാരും കൂടി കടന്നു പോകുമ്പോൾ ഈ മനുഷ്യനുമായിട്ട് എൻകൗണ്ടർ അവിടെ വെച്ചുണ്ടാവുകയാണ്. ഇത് ചിന്തിപ്പിച്ച് 1-2 ചില ചിന്തകൾ മാത്രം ദിവസം ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചുകൂടായിരുന്നു. അപ്പം അതായത് അവന് മാത്രമല്ല പ്രതികൂലമായിരുന്നത്, ആ സൊസൈറ്റിക്ക് മുഴുവൻ അവനൊരു പ്രതിസന്ധിയായിരുന്നു. ആ സൊസൈറ്റിക്ക് പോലും അവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ആർക്കും അവനെ എന്ത് ചെയ്യാൻ പറ്റില്ലായിരുന്നു, അവനെ ബന്ധിച്ചുകൂടാൻ പറ്റില്ല. ഒരു ചങ്ങല കൊണ്ട് പോലെ അവന്റെ അടുത്തോട്ട് അത്രമാത്രം അക്രമാസക്തമായിട്ടുള്ളൊരു സ്പിരിറ്റായിരുന്നു അവനെ പൊസസ് ചെയ്തുകൊണ്ടിരുന്നത്. സാധാരണഗതിയിൽ നമുക്കറിയാം, ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങളെ സൊസൈറ്റി ഇടപെടുന്ന കാണുന്നുണ്ട്. സൊസൈറ്റിയും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള സമൂഹവും നിയമ സംവിധാനങ്ങളൊക്കെ ഇടപെട്ട് വിഷയങ്ങൾക്ക് സൊല്യൂഷൻ കൊണ്ടുവരാൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഇവിടെ ഈവൻ സൊസൈറ്റിക്ക് പോലും കഴിഞ്ഞില്ല. അപ്പൊ അവർക്കുമൊക്കെ ഒരു തലവേദനയായിട്ടുള്ള ഒരു സ്പിരിറ്റ് ആയിരുന്നു ഈ മനുഷ്യനെ ബാധിച്ചിരുന്നത്. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലകൾ ബന്ധിച്ചിട്ടും ചങ്ങല വലിച്ചു പൊട്ടിച്ച് വിലങ്ങ് ഒടിച്ചും കളഞ്ഞു. അപ്പൊ പലപ്പോഴും അവർ ട്രൈ ചെയ്തിട്ടും സൊസൈറ്റി പോലും മടുത്ത് ഉപേക്ഷിച്ചൊരു വിഷയം. അവനെ ആർക്കും അവനെ അടക്കാൻ കഴിഞ്ഞില്ല, അവനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷെ സൊസൈറ്റി ട്രൈ ചെയ്തു. സൊസൈറ്റി ചെയ്തത് എന്തുവാ, പോയിട്ട് അവനെ ചങ്ങല കൊണ്ടൊക്കെ അവനെ ബന്ധിച്ചു, അവന്റെ ഫ്രീഡം ഇല്ലാതാക്കി കളഞ്ഞു. അവനങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന കല്ലറകളിൽ പാർത്തുകൊണ്ട് ആ സ്പിരിറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് സ്വഭാവ സവിശേഷമുള്ള സ്പിരിറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഒത്തിരി ഡിസ്കറേജ്ഡ് ആയിരിക്കും അങ്ങനെയുള്ള മനുഷ്യർ. ഒരാൾക്ക് നാളെ കുറിച്ച് ഒരു പ്രത്യാശ ഉണ്ടാകത്തില്ല. ഇങ്ങനെ തന്നെ ചാറ്റർ ചെയ്തുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പുലമ്പിക്കൊണ്ട് കിടക്കും. ഭ്രാന്തന്മാർ നടക്കുന്നത് പോലെ. വസ്ത്രമൊന്നും ദേഹത്തുണ്ടാകത്തില്ല. ഒരു ദിവസം തന്നെ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ വരാൻ, പോസിറ്റീവായിട്ട് ഒരു കാര്യം അവരുടെ മൈൻഡിലോട്ട് വരത്തില്ല. നെഗറ്റീവ് തോട്ട്സ് മാത്രമേ അവരുടെ മൈൻഡിൽ ഉയർന്നു വരത്തുള്ളൂ. തന്നെയല്ല, അവർ തങ്ങളുടെ ശരീരത്തെ ഇങ്ങനെ സെൽഫ് ഹാം ചെയ്യാനുള്ള ഒരു പ്രവണത അവർക്കുണ്ട്. ഹാലയിലും അവരുടെ ശരീരമൊക്കെ ചതച്ചും കണ്ട് നമ്മൾ അങ്ങനെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, ശരീരത്തെ ഹാം ചെയ്യുക. അവർക്ക് ബ്ലഡ് കണ്ടുകൊണ്ടിരിക്കണം അവരുടെ ശരീരത്തെ. ഹാലയിലൂയ, സ്തോത്രം. ഞാൻ ഇങ്ങനെ ഒരു മനുഷ്യനെ കുറിച്ച്, ഞങ്ങളെ വിശ്വാസി വരുന്ന സമയത്ത് ഞങ്ങൾക്ക് പരിചയമുള്ള സ്നേഹിതനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. രാത്രി സമയങ്ങളിൽ കല്ലറയ്ക്കൽ പോകാൻ വല്ലാത്ത ടെൻഡൻസി. അവിടെ പോയിട്ട് ബ്ലേഡൊക്കെ എടുത്തിട്ട് കൈയൊക്കെ മുറിക്കും. അപ്പോൾ അവർക്ക് ബ്ലഡ് കാണണം അവർക്ക്. അപ്പൊ അവർക്ക് അവരുടെ ശരീരം മുറിയുന്ന ആ പെയിനൊന്നും അവർ ഫീൽ ചെയ്യത്തില്ല. ബിക്കോസ് അവരെ പ്രൊസസ് ചെയ്യുന്നത് ഈ സ്പിരിറ്റ് ആയതുകൊണ്ട്. ഈ സ്പിരിറ്റിന്റെ പ്രത്യേകതയെ കുറിച്ച് ഞാൻ പറയേണ്ടത്. സ്തോത്രം. അപ്പം വല്ലാത്ത സെൽഫ് ഹാം ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അവസ്ഥ തന്നെയല്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എപ്പോഴും മരിക്കണം എന്നൊരു ചിന്തയായിരിക്കും. സൂയിസൈഡൽ തോട്ട്സ് വല്ലാതെ ഇങ്ങനെയുള്ളവരുണ്ടാകും. സ്തോത്രം. ഹാലയിൽ, അതായത് ബൈപ്പോളാർ ഇഷ്യൂ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഹാലയിൽ അവരുടെ ചിന്തകളെ അവർ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴും അവരുടെ മൈൻഡിൽ, അവരുടെ ഹെഡിൽ വന്ന് ആരൊക്കെയോ നീ മരിക്കണം, നീ ആൾ ശരിയല്ല, അല്ലെങ്കിൽ നിന്റെ പാസ്റ്റ് ലൈഫ് ശരിയല്ല, അവർ പാസ്റ്റ് ചെയ്ത് കൂട്ടിയ പാപങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ ഈ ഡീമൻ വന്ന് ഇങ്ങനെ സ്പിരിറ്റ് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അതുപോലെ പലതരം അസുഖങ്ങൾക്ക് അവരിങ്ങനെ കീഴടക്കപ്പെട്ടിരിക്കും. അപ്പൊ ചില സവിശേഷതകൾ ഞാൻ പറയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ, സ്തോത്രം, ഈ മനുഷ്യന്റെ മുമ്പിലോട്ട് സൊസൈറ്റിക്കും കഴിയത്തില്ല, വീട്ടുകാർക്ക് ആർക്കും കഴിയാത്ത ചില പ്രോബ്ലം, സൊസൈറ്റിക്ക് അഡ്രസ് ചെയ്യാൻ കഴിയാത്ത ആ പ്രോബ്ലം യേശുവിന്റെ മുമ്പിലോട്ട് എത്തുക. കാരണം എന്തുകൊണ്ടെന്ന് അറിയാമോ? സൊസൈറ്റിക്ക് ചെയ്യാൻ കഴിയാത്ത, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയാത്ത അവന്റെ പ്രോബ്ലം ഒരിക്കലും ഫിസിക്കൽ ആയിരുന്നില്ല.
ഹാലയിലെ അവൻ ഒരു ഭ്രാന്തന മാത്രമായിരുന്നില്ല. അവന്റെ പ്രോബ്ലം അവൻ പ്രൊസസ് ചെയ്യുന്ന ഒരു ഡിമോണിക് സ്പിരിറ്റ് ആയതുകൊണ്ട് അതിനെ സ്പിരിച്വലി മാത്രമേ നേരിടാൻ പറ്റുമായിരുന്നു. ഹാലയിലെ ഇന്ന് നമ്മുടെയൊക്കെ ചുറ്റും കാണുന്ന ഒരുപാട് പ്രോബ്ലംസിന്റെയും പിന്നിൽ, ഒരുപാട് ഇഷ്യൂസിന്റെയും പിന്നിൽ, ഒരുപാട് തകർച്ചകളുടെയൊക്കെ പിന്നിൽ ഇതുപോലെയുള്ള പൈശാചികമായ കാര്യങ്ങളായിരിക്കും. അതിനെ നമ്മുടെ സ്വന്തം പവർ കൊണ്ടോ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ അല്ലെങ്കിൽ ലോജിക് കൊണ്ടോ മാനസികമായ പ്രയത്നങ്ങൾ കൊണ്ടൊന്നും അതിനെ ഡീല് ചെയ്യാൻ കഴിയത്തില്ല. കർത്താവ് യേശു ക്രിസ്തുവിന് മാത്രമേ അതിനെ ഡീല് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഈ മനുഷ്യന്റെ ജീവിതം വ്യക്തമായിട്ട് വിളിച്ചു വന്നൊരു കാര്യമാണ്. സൊസൈറ്റിക്ക് വിളിച്ച് പരിഹരിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ നമ്മൾക്ക് പരിഹരിക്കാൻ, ഇവനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ മനുഷ്യനൊരു ഭയങ്കര പ്രശ്നമായിരുന്നു, എ ബിഗ് പ്രോബ്ലം ആയിരുന്നു. അവരുടെ കഴിവിനപ്പുറം നിൽക്കുന്ന ഒരു പ്രോബ്ലമായിരുന്നു. പലപ്പോഴും നമ്മുടെയൊക്കെ കഴിവിനപ്പുറം നിൽക്കുന്ന ചില പ്രോബ്ലംസിനെ നമുക്ക് ഡീല് ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഹല്ലേലൂയ, അതൊരു ഫിസിക്കൽ പ്രോബ്ലം അല്ല, അതൊരു സ്പിരിച്വൽ പ്രോബ്ലമാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെയൊക്കെ നമ്മളൊക്കെ ചുറ്റിനും കണ്ടുവരുന്നത്. പക്ഷേ ഹല്ലേലൂയ, ഈ ഒരു സ്പിരിറ്റ് ആയിരിക്കില്ല, ഇതുപോലെ ഡിമോണിക് സ്പിരിറ്റുകൾ ബാധിക്കുന്ന പല മനുഷ്യരുണ്ടാകും. നമ്മുടെ സ്വസ്ഥത തിന്നുന്നവർ, നമ്മളെ വട്ടുപിടിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ ഭവനത്തിലുള്ള പ്രിയപ്പെട്ട ജനം പക്ഷെ നമ്മളൊക്കെ അങ്ങനെയൊക്കെ പെരുമാറുന്നുണ്ടാകാം. അപ്പൊ നമ്മൾ അതിനെ ഫിസിക്കലി അഡ്രസ്സ് ചെയ്യാൻ പോവാതെ, സ്തോത്രം, ഹല്ലേലൂയ, സ്പിരിച്വലി അഡ്രസ്സ് ചെയ്യുമ്പോൾ യേശു കർത്താവ് കാര്യത്തെ ഡീല് ചെയ്യാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അതിന് പൂർണ്ണമായിട്ട് സൊല്യൂഷൻ അവിടെ കാണും. നോക്കിക്കേ, യേശു കർത്താവിനെ കണ്ടപ്പോഴേക്കും മനുഷ്യൻ ഓടി വന്ന്, എന്തിനാ യേശുവെ ഇങ്ങോട്ട് വന്നത് ഞങ്ങളെ, ഹല്ലേലൂയ, അവിടെ പറയുന്നുണ്ട്, അവൻ നിലവിളിച്ച് യേശുവിനെ കണ്ടപ്പോഴേ ഓടി വന്നിട്ട് അവനെ നമസ്കരിച്ച് ഉറക്ക നിലവിളിച്ചു, യേശുവെ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്, എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് പറഞ്ഞ് അപേക്ഷിച്ചു. അവന്റെ അപേക്ഷപ്രകാരം ഹല്ലേലൂയ പന്നിയുടെ കൂട്ടത്തിലോട്ട് വിടണമെന്നൊക്കെ അവന് യാചിച്ചു. കർത്താവ് പറഞ്ഞു, ഈ അശുദ്ധാത്മാവെ ഈ മനുഷ്യനെ വിട്ട് പുറത്തു പോകും. ഒറ്റ കമാൻഡ് കർത്താവ് അവിടെ കൊടുത്തു. കാരണം അവന്റെ സ്പിരിറ്റിനെ കർത്താവ് കണ്ടത്, അവന്റെ ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന വേദനപ്പെടുന്ന, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, അവനെ നാളുകളായിട്ട് അവനെ ടോർച്ചർ ചെയ്യുക, അവൻ പോലും അറിയാതെ അവനെ ടോർച്ചർ ചെയ്ത് അവന്റെ ആ സ്പിരിറ്റിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തിയെ കർത്താവ് അഡ്രസ് ചെയ്യുകയാണ്. സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. കർത്താവ് അഡ്രസ് ചെയ്തപ്പോൾ ഹല്ലേലൂയ, അശുദ്ധാത്മാവെ ഈ മനുഷ്യനെ വിട്ട് പുറത്തു പോകുമെന്ന് പറയേണ്ടവൻ പറഞ്ഞപ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, ഈ ലോകത്ത് മറ്റൊരുത്തരും പറയാൻ കഴിയത്തില്ല. അതുപോലെ സ്തോത്രം, ഒരു ശക്തിക്കോ ഒരു ഭരണകൂടത്തിനോ ഒരു സമുദായത്തിനോ ഒരു സൊസൈറ്റിക്കോ കഴിയാത്ത വിഷയങ്ങളെ ഹല്ലേലൂയ സ്പിരിറ്റിന്മേൽ അധികാരമുള്ള ഒരേ ഒരു നാമം യേശുവിന്റെ നാമം മാത്രമാണ്. ഡിമോണിക് സ്പിരിറ്റുകളുടെ മേൽ ആ നാമം പറഞ്ഞപ്പോൾ, ആ യേശു പറഞ്ഞപ്പോൾ ആ സ്പിരിറ്റ് അവനെ വിട്ട് ആ നിമിഷം തന്നെ പോകാനിടയായിത്തീർന്നു. ഹല്ലേലൂയ, അവൻ സുബോധമുള്ളവനായിട്ട് മാറി, അവൻ വസ്ത്രം ധരിക്കുന്നവനായിട്ട് മാറി. സ്തോത്രം, ഹല്ലേലൂയ. അതുവരെയും അവനല്ലാതിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഒരുപാട് സ്പിരിറ്റുകൾ, ഒന്നിൽ കൂടുതൽ മൾട്ടിറ്റ്യൂഡ് ഓഫ് സ്പിരിറ്റ് അവന്റെ ശരീരത്തിൽ, ലെഗ്യോ എന്ന് പറയുന്ന ആ ഒരു ഡിമോണിക് അവനെ പൊസസ് ചെയ്തിരുന്നെങ്കിൽ യേശു പറഞ്ഞു കഴിഞ്ഞപ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, യേശു ഒരു വാക്ക് കൽപ്പിച്ചപ്പോൾ, സ്തോത്രം, യേശു ഒന്ന് നോക്കിയപ്പോൾ, യേശു അവന്റെ അടുത്ത് നിന്നപ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, അവൻ യഥാർത്ഥ മനുഷ്യനായിട്ട് മാറാൻ ഇടയായിത്തീർന്നു. ഇനി പകൽക്കാലം പറയാൻ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, നമ്മൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങളെ എന്തെങ്കിലുമൊക്കെ ബിഗ് പ്രോബ്ലംസ് ആയിട്ട് നമ്മുടെ തല തിന്നുന്നുണ്ടെങ്കിൽ, നമ്മളെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ, സ്തോത്രം, ആരായിക്കോട്ടെ, പ്രശ്നമായിക്കോട്ടെ, വ്യക്തികളായിക്കോട്ടെ, കർത്താവിന്റെ കരങ്ങളിലോട്ട് അവരെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിക്ക്. യേശുവും അവരുമായിട്ടുള്ള എൻകൗണ്ടറിന് വേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിച്ചേ. സ്തോത്രം, തീർച്ചയായിട്ടും കർത്താവിനാലുള്ള വിടുതൽ അവരുടെ ലൈഫിലുണ്ടാകും. സ്തോത്രം, അത് നമ്മുടെ ഭവനത്തിനും അനുഗ്രഹമാകും, സൊസൈറ്റിക്ക് അനുഗ്രഹമാകും, എല്ലാ രീതിയിലും അതൊരു ബ്ലെസ്സിങ് ആയിട്ട് മാറും. സ്തോത്രം, അതുകൊണ്ട് ഈ പകൽക്കാലം ഹല്ലേലൂയ ചില വിഷയങ്ങളെ നമ്മൾ ഫിസിക്കലി അഡ്രസ്സ് ചെയ്യാതെ ഹല്ലേലൂയ ഇങ്ങനെയുള്ള ചില പ്രോബ്ലംസിനെ, സ്തോത്രം, നമ്മളതിനെ സ്പിരിച്വലി അഡ്രസ്സ് ചെയ്യുവാൻ, ആത്മാവിൽ അഡ്രസ്സ് ചെയ്യുവാൻ ഹല്ലേലൂയ കർത്താവ് കൈകാര്യം ചെയ്യാൻ ഏൽപ്പിക്കുവാണെങ്കിൽ ആ വിഷയങ്ങൾക്കുള്ള ശാശ്വതമായ മറുപടി ദൈവത്താൽ നമുക്ക് ലഭിക്കുമെന്ന് കാണാൻ സാധിക്കുന്നത്. കാരണം ആ മനുഷ്യൻ യേശു അവനെ കണ്ടപ്പോൾ അവന്റെ ജീവിതം പൂർണ്ണമായിട്ട് ട്രാൻസ്ഫോം ആയി, അവൻ ആള് മാറിയവനായി. സ്തോത്രം, ഹല്ലേലൂയ. ഇതുപോലെ കർത്താവ് ഒരു വിഷയത്തെ ഡീല് ചെയ്യുമ്പോൾ, സ്തോത്രം, ആ വിഷയത്തിൽ നമ്മൾ കാണുന്ന പ്രോബ്ലംസ് പിന്നെ അവിടെ ഉണ്ടാകത്തില്ല. സ്തോത്രം, വരേണ്ട സമാധാനവും വരേണ്ട വിടുതലും വരേണ്ട ആശ്വാസവും ആ വിഷയത്തിന് മധ്യ ഉണ്ടാകും. അതുകൊണ്ട് സ്തോത്രം, ഈ പകൽക്കാലം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ, വിഷയങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കാം. എല്ലാ വിഷയങ്ങളെയും
വിഷയങ്ങളെയും നമ്മൾ തന്നെ സ്വയം പ്രയത്നത്താൽ നേരിടാതെ ആത്മാവിൽ ചില വിഷയങ്ങളെ നേരിടുക, അതെത്ര ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, പരിഹരിക്കാൻ കഴിയാതെ വണ്ണം ചങ്ങലകളാൽ കണക്റ്റഡായിട്ട് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ചില വിഷയങ്ങൾ വികമനഹരുരി കിടക്കുന്ന യേശുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ള ചില വിഷയങ്ങളെ പരിശുദ്ധാത്മാവ് ഡീല് ചെയ്യുവാൻ അത് ഏൽപ്പിച്ചു കൊടുത്ത് ആത്മാവിൽ നമ്മൾ അതിന്മതി ഒന്ന് ജാഗരിച്ചു തുടങ്ങുമ്പോൾ ആ മനുഷ്യന്റെ മേൽ പ്രവർത്തിച്ച ദൈവത്തിന്റെ ആത്മാവിന്റെ കരം, ദൈവാത്മാവിന്റെ പ്രവൃത്തി പകൽക്കാലം അങ്ങനെയുള്ള ചില വിഷയങ്ങളുടെ മധ്യ വെളിപ്പെടുവാൻ തന്നെ ചെയ്യും. ഇത് വിശ്വസിക്കുക. കർത്താവ് അങ്ങനെയുള്ള ചില വിടലുകൾ നമ്മുടെയൊക്കെ ലൈഫിൽ കർത്താവ് നൽകി തരട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു.